നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ചേലക്കരയിലാണുള്ളത്. ഇവിടെ കൂന്താണിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് കാണാവുന്നതാണ്. ഒരു കുഞ്ഞു സ്പോട്ടാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. വണ്ടി അവിടെ നിർത്തിയിട്ട് ഇതുപോലെ നമ്മൾ കയറി വരിക കേട്ടോ. കയറി വന്നപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഗ്രൗണ്ടാണ് ആദ്യം കണ്ടത്. ഒരു അടിപൊളി ഗ്രൗണ്ട്, നല്ല സൂപ്പർ അടിപൊളി ഗ്രൗണ്ട്. ചുറ്റും നല്ല പച്ചപ്പും മുളങ്കാടുകളൊക്കെ ഉണ്ട്. അവിടെ ഇവിടെ ആയിട്ട് കുറേ പാറക്കൂട്ടങ്ങളുണ്ട് കേട്ടോ. നല്ല നല്ല പാറക്കൂട്ടങ്ങളും അതുപോലെ പുൽമേടും ചുറ്റും പച്ചപ്പും മലനിരകളും, അതാണ് ഇവിടുത്തെ കാഴ്ച. നല്ല പാറക്കൂട്ടം, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല നല്ല വ്യൂ പോയിന്റുകളുണ്ട് കേട്ടോ. നടന്നിട്ടേ കുന്നിൻ ചെരുവിലെത്തിട്ടോ. ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. നല്ലൊരു കുന്നിൻ ചെരുവും, നോക്കുമ്പോൾ ചുറ്റുപാടും മലനിരകളും, അടിപൊളി കാഴ്ചയാണ്. രക്ഷയില്ല, നല്ല രക്ഷയില്ല. നമ്മളിപ്പോൾ ഈ കുന്നിൻ ചെരുവിലാട്ടോ. ഇവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളി പാടശേഖരം കാണാം, കോൾനിലങ്ങൾ കാണാം. അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മലനിരകൾ കാണാം. ചുറ്റുപാടും കിളിയുടെ ശബ്ദം, അതുപോലെ മുളങ്കാടുകൾ, അടിപൊളി വൈബാണ്. നല്ല അടിപൊളി മുളങ്കൂട്ടങ്ങളുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നല്ല മുളങ്കൂട്ടങ്ങളാണ് കാണുന്നത്. ചുറ്റും പാമ്പുണ്ടോയെന്ന് പേടി. നമ്മളെ കയറിയത് ഗ്രൗണ്ടിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ, ഇറങ്ങണത് ഇതേ വേറൊരു വശത്തു കൂടെ. അപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ മുളങ്കൂടും. അതുപോലെ ഇവിടെയുണ്ട് പാറക്കൂട്ടങ്ങൾ കേട്ടോ. ഇഷ്ടം പോലെ പാറക്കൂട്ടങ്ങളുണ്ട് ഇവിടെ. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളി കേട്ടോ, സൂപ്പറാ. നല്ല നല്ല കിളികളുണ്ട്, അതിൻ്റെ ശബ്ദം കേൾക്കാം. ഈ മുളങ്കാടിൻ്റെ ഇടയിൽ പാമ്പുണ്ടോയെന്ന് മാത്രം ശ്രദ്ധിക്കണ്ടോ. നല്ലൊരു ഇളം കാറ്റുണ്ട്. സംഭവം ഈ മുളങ്കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ രസമൊക്കെ ഉണ്ട്. ഡേഞ്ചറാണ്. നമ്മൾ മെല്ലെ ഇറങ്ങാൻ നോക്കണം. അധികം കാഴ്ചകളൊന്നുമില്ല ഇവിടെ, പക്ഷേ ഉള്ള വ്യൂ അടിപൊളിയാണ്. ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിറങ്ങണം, കുത്തനെയുള്ള ഇറക്കാണ്. അതുപോലെ താഴെ വീടുകളൊക്കെ ഉണ്ട്. നമ്മളിത് റോഡ് സൈഡിലേക്ക് എത്തിയിട്ട് ഏകദേശം അതിൻ്റെ അടുത്തെത്തി. നമ്മൾ റോഡിലേക്ക് എത്തി. തിരിച്ചു പോകണം. നമ്മൾ സിമ്പിളായിട്ടുള്ള കാഴ്ചകളുള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.